പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസൻറ്റ് ടെൻസിലേക്ക് വന്നാൽ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താ? റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ റൈറ്റ് നൗ എന്നുള്ള സമയം, ഇപ്പോൾ എന്നുള്ള സമയം, അതിന് അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനാണ് പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്നലെ 2 മണിക്കും ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ ആ 2 മണി എന്നുള്ള ടൈം ഉണ്ടല്ലോ, ആ ടൈമിന് അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഏത് ടെൻസ് ഉപയോഗിക്കും? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഇനി നാളെ 2 മണിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുമായിരിക്കും അല്ലേ? അപ്പോൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക്കലി പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഉണ്ട്. ടൈം ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ലൈനിൽ റൈറ്റ് നൗ അറൗണ്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റും, ടൈം ലൈനിൽ ഇന്നലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ, അതിന് അറൗണ്ടായിട്ട് നടന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പാസ്റ്റും, ഇനി ഫ്യൂച്ചറിലുള്ളൊരു പോയിൻ്റ് എടുത്ത് നോക്കിയാൽ ആ ഫ്യൂച്ചറിലുള്ള പോയിൻറ്റിന് അറൗണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കും. പ്രസൻറ്റ് ടെൻസിന് നമുക്ക് വീണ്ടും 4 ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് സിമ്പിൾ പ്രസൻറ്റ്, ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിനാണ് ഞാൻ തുടങ്ങുന്നത്, കാരണം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാനിപ്പോൾ വേറെ ഒരാളോട് പറയുകയാണ്, ഐ ആം റെക്കോർഡിങ് റൈറ്റ് നൗ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ആം റെക്കോർഡിങ് എ വീഡിയോ റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസായി. ഇനി സിമ്പിൾ പ്രസൻറ്റിലേക്ക് വരാം. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇന്നലെയും റെക്കോർഡ് ചെയ്തു, 4 ദിവസം മുന്നേ റെക്കോർഡ് ചെയ്തു, ഒരാഴ്ചയായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ശീലമാണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഐ യൂഷ്വലി വർക്ക് എവറി ഡേ. ഐ വർക്ക് യൂഷ്വലി. ഇപ്പോൾ യൂഷ്വലി ആയിട്ട് ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യം നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ ഈ ലൈറ്റിങ്ങും സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഞാൻ ഓഫാക്കി വെച്ചു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതെങ്ങനെ പറയാം? ഐ ഹാവ് റെക്കോർഡഡ്. ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്, ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. ആ ചെയ്ത് കഴിഞ്ഞ കാര്യം പാസ്റ്റാണ് സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പക്ഷേ പ്രസൻറ്റിനായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന പാസ്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ട് എണീറ്റതേ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ റൂമിലേക്ക് ആരെങ്കിലും കടന്നു വരുവാണ്, ഞാൻ അയാളോട് പറയുകയാണ്, ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഐ ഹാവ് റെക്കോർഡഡ്, ഐ ഹാവ് വർക്ക്ഡ്. ഇതാണ് ബേസിക് എക്സാമ്പിൾ വരുന്നത്.